വൈക്കോല് സംഘടിപ്പിച്ച് വെച്ചിട്ട് അത് കുറേശ്ശെ വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, നേച്ചർ വിത്ത് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയുന്നത് ആട് വളർത്തലും തീറ്റക്രമവും എന്നുള്ളതിൻ്റെ അടുത്ത ഭാഗമാണ്. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാനിതൊക്കെ പറയുന്നത്. അറിയാവുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം നമുക്ക് ഈ സാധാരണ പച്ചപ്പുല്ല് കൊടുക്കുന്നത് നല്ലത് തന്നെ. അതുകൂടാതെ ഇവരുടെ വയറിളകാതിരിക്കാനാണ് അടുത്തൊരു ടിപ്പ് പോലെ ഞാൻ പറയുന്നത്. ഇത് പകൽ പച്ചപ്പുല്ലൊക്കെ തിന്ന് വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പം കൂട്ടിക്കയറ്റി കെട്ടിക്കഴിയുമ്പം നമ്മൾ കൊടുക്കേണ്ടത് കുറച്ച് വൈക്കോല് സംഘടിപ്പിച്ച് വെച്ചിട്ട് അത് കുറേശ്ശെ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അവരുടെ വയറ് ഒന്ന് മുറുകുകയും ചെയ്യും. പിന്നെ മണിയായിട്ട് അവരുടെ കാഷ്ടം പോയിക്കോളും. വയറ്റിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും. അതും നല്ല കാര്യമാണ്. ഇടയ്ക്ക് നമ്മൾ കുടിക്കാൻ കൊടുക്കണത് 2 നേരം നമ്മൾ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കുറച്ച് ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുന്നത് ചൂടോടെ, ആവശ്യത്തിന് ചൂടോടെ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് വൈക്കോല് കിട്ടാൻ സാഹചര്യം ഇല്ലാത്തവർ ഉണങ്ങിയ പ്ലാവല, അത് വേനൽക്കാലത്ത് പിറക്കി വെച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ട് പ്ലാസ്റ്റിക് ചാക്കിൽ കെട്ടി ഒരു 2 ചാക്കിലെങ്കിലും കെട്ടി നന്നായിട്ട് മുറുക്കി കെട്ടി വെച്ചേക്കാമെങ്കിൽ അത് നമുക്ക് എടുത്തിട്ട് വൈക്കോലിന് പകരം കൊടുക്കാൻ നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പ്ലാവല ഉണങ്ങിയതാണേലും പച്ചിലയാണേലും പ്ലാവിൻ്റെ ചോട്ടിൽ നിന്ന് പിറക്കുന്നതാട്ടോ. ഉണങ്ങിയത് കിട്ടാൻ സാഹചര്യം കുറവാണെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ പ്ലാവിൻ്റെ ചോട്ടിക്കട നടന്ന് ഒരു കമ്പ് കൂർമ്പിച്ച് കുത്തി എടുത്തിട്ട് അങ്ങനെ ശേഖരിച്ച് ഇവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരുപാട് നല്ലതാണ് ഇവരുടെ വയറിന്. പച്ച ഇലയെ കഴിഞ്ഞും ഗുണം ചെയ്യും. ഈ ഉണങ്ങിയത് ഗുണം ചെയ്യുമെന്ന് വെച്ചാൽ ഇവരുടെ കാഷ്ടത്തിന് നല്ലതാണ്. അപ്പോൾ അങ്ങനെയും ശേഖരിച്ച് വയ്ക്കാൻ നോക്കണം. പിന്നെ പ്ലാവ്, നമ്മുടെ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ചക്ക കൊടുക്കാം കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പം ഇത്രയും നേരം എന്നെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കണൊന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. താങ്ക് യു.